മുത്തുണ്ടോ വീട്ടില്? എടാ ചന്ദ്ര, മുത്തുണ്ടോ വീട്ടില്? എന്തോ എനിക്കറിയില്ല, ഇല്ലെന്നാ തോന്നണേ. കുറച്ചുമ്പോ ചൂടെന്ന് പണിയുണ്ടായിരുന്നു. സാധാരണ ഞാൻ ജയിലിൽ പോയാൽ പരോളിൽ ഇറങ്ങാറില്ല. ഇത്തവണ ഇറങ്ങേണ്ടി വന്നു. കാരണം ഒരു കടവും കൂടുതൽ നാൾ വെച്ചോണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. തിരിച്ചു ചെല്ലുമ്പോ ഒരു കൊലക്കേസ് കൂടി ഭാർഗവന്റെ അക്കൗണ്ടിൽ കാണും. സാരില്ല, എന്റെ കൈവെട്ടിവന്റെ തലയും കൊണ്ടല്ലാതെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? അല്ലേ രാജപ്പ? അതെ. എന്തിനാ ഇനിയും പൊല്ലാപ്പിനൊക്കെ പോകുന്നത്? നിങ്ങളെക്കാളും വാശിക്കാരനാ മുത്തു. അവന്റെ മുന്നിൽ ചെന്ന് പെടാതിരിക്കുന്നതാ നല്ലത്. അടിച്ച് നിരത്തടാ യുവമാരെ. തോക്കരുതടാ, യുവമാരോട് തോക്കരുത്. Good!
എനിക്ക് ജയിലിൽ പോണോ? നിന്റെ പെങ്ങളെ കുറിച്ച് നിനക്ക് ഓർത്തൂടെ? വേണ്ട മുത്തു, കൊല്ലണ്ട. എന്റെ കുഞ്ഞിന് കൊലയ്ക്ക് കൊടുക്കാനുണ്ടായ സുരവിത്ത് ഈ ഒറ്റക്കാരനാ എന്റെ കുഞ്ഞ് നേർച്ച കൊഴിയപ്പോലായത്. ഒരിക്കലും അവനെ ജയിലിൽ കയറ്റി. ഇന്ന് മറ്റവന്മാര് പണ്ടേക്ക് പിച്ചാത്തി കുത്തി കയറ്റിയാണ്. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് തിരുമ്മി കൊടുക്കുക ശവം. നിന്നെ പെറ്റെന്ന് തുടങ്ങിയതാ ഈ വീടിന്റെ ഗതികേട്. ശനി പിടിച്ചോളൂ. തള്ള എനിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക. മിണ്ടായിരുന്നു അവിടെ, അല്ലെ അങ്ങോട്ട് വരും. വാടാ, ഒന്നെന്നെ കൊല്ലടാ. ചുണയുണ്ടെങ്കിൽ വാടാ, ഒരു കേടി നടക്കണു. ഞാനടിക്കും, ഞാനടിക്കും. എന്റെ പഠിച്ചോനെ, എന്തെന്നാ ഇത്? ശരിക്കും ബോധം വീണിട്ടില്ലെന്ന് ആൾക്കാര് പറഞ്ഞപ്പോ നമ്മൾ ഇത്രയും വിചാരിച്ചില്ല. അല്ല, രാജേന്ദ്രൻ പറഞ്ഞില്ലേ, പണിയിട്ടിട്ട് അവൻ കൂടി ഇങ്ങോട്ട് വന്ന ഇങ്ങയുടെ ചികിത്സയുടെ കാര്യം വല്ലതും നടക്കും. സുശീലനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്ന വഴി ഇത് കണ്ടിട്ട് വശപ്പശകാന്ന് തോന്നുന്നു. ഒരു കൈയിരിക്കുന്നോ, ഒരു കൈയിരിക്കുന്നോ. ശരിക്കും പെട്ടായല്ലോ ഭഗവതി. ഞാൻ മാത്തപ്പനല്ല, ഞാൻ കാണാരൻ, ബ്രോക്കർ കാണാരൻ. നീ ഫുള്ളടിച്ചിട്ട് എനിക്ക് കാശ് തരാതെ പോയി. ഫുൾ 50 രൂപയല്ലേ? എനിക്ക് 50 രൂപ മതി. 50 രൂപ 50 രൂപ നമുക്ക് വെള്ളത്തിൽ പോവാം. അല്ലേ വേണ്ട, വെള്ളത്തിൽ പോവാം. ഇങ്ങോട്ട് വാ. നീ എന്താടാ ഷാപ്പിന്ന് നേരത്തെ അടച്ചത്? എനിക്ക് രൂപി കള്ളു കൊണ്ടുവരാൻ മേലായിരുന്നടാ. കഷ്ടമുണ്ടടാ. ഇങ്ങനെ എന്താടാ കറിയാച്ചത്? വീട്ടിൽ കൊണ്ടേ ഡോക്ടർ എന്താ പറഞ്ഞേ? ഭ്രാന്താശുപത്രി കൊണ്ടുപോകാൻ ചീട്ട് തന്നിട്ടുണ്ട്. ചെയ്തു കൂട്ടിയ പാപത്തിന്റെ കൂലി കൊടുക്കാതെ വിടുവോ ഈശ്വരൻ? ഇതിനെയാണ് ദൈവശിക്ഷ എന്ന് പറയുന്നത്. എന്തൊക്കെയായാലും ഈ ശിക്ഷ കുറെ കടുപ്പമായി പോയി. അയ്യോ, എനിക്ക് വിശക്കുന്നേ. ഇതിന് വെള്ളം തരാരുമില്ലേ? എന്റെ വയറ് കരിയുന്നേ. എനിക്ക് വിശക്കുന്നേ. 3 പേര് കഴിക്കുന്ന കഞ്ഞി ഒറ്റ ഇരിപ്പിന് കുടിച്ചു തീർത്തത്. ഇനി ഞാൻ ഇവിടെ പോവാനാ. ഞാൻ കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്കാം അമ്മേ. വേണ്ട, ഇത് കണ്ടില്ലേ, കടിച്ചു കീറും. എങ്കിലും എന്റെ ഈശ്വര, ഇതൊക്കെ കാണാൻ എന്ത് പാപാ ഞാൻ ചെയ്തത്. അയ്യോ, ഞാൻ വിശന്ന് ചത്തുപോവേ. ഞാൻ അമ്മാവന് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അറിയാമേ, ഷാപ്പിലെ ചോറ് എന്നിട്ട് എത്ര നാളായി. നിനക്കെങ്കിലും എന്നോട് സ്നേഹം തോന്നിയല്ലോ. കൊണ്ടുവാ, കൊണ്ടുവാ, കൊണ്ടുവാടി. വേണ്ട മോളെ, അടുത്ത് ചെല്ലണ്ട, ഉപദ്രവിക്കും. എന്നെ അമ്മാവനൊന്നും ചെയ്യില്ല. കഴിക്ക്.
അമ്മ